നോർത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ചൂട് ചപ്പാത്തിയുടെയും അതേപോലെ തന്നെ റൈസിന്റെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു ഗോബി മസാലയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നമ്മുടെ കോളിഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഇഷ്ടാവും. ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ ഇതേപോലെ സെമി ഗ്രേവിയോട് കൂടി വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല തന്നെയാണ്. നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൂടി എടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ടും കൂടി വെച്ചിരുന്നതാട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഒന്നങ്ങ് ഫ്രൈ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഓയിലിൽ കിടന്നുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ഒന്നും ആവണ്ട. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് ഒന്നുകൂടി ചൂടായി വരുമ്പോൾ ജസ്റ്റ് കളറൊക്കെ ഒന്നുകൂടെ മാറി പതുക്കെ ഒന്നുകൂടെ മുരിഞ്ഞു വന്നു തുടങ്ങും. അത് കറക്റ്റ് ഉള്ള പരിവാണേ. കണ്ടോ, ശരിക്കും ഒന്നുകൂടി ചൂട് കയറി വന്നിട്ടുണ്ട് എല്ലാ കോളിഫ്ലവറിലേക്കും. അപ്പൊ ഇതും മതി. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുന്നത്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒക്കെ ഇതേപോലെ നേരത്തെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി വന്നോളൂ. നമ്മൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനൊക്കെയാണ് എടുക്കണമെങ്കിൽ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുവേ. മുരിഞ്ഞു വന്ന ഉരുളക്കിഴങ്ങും മാറ്റി നമ്മുടെ കോളിഫ്ലവറിന്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. കണ്ടോ, ഇനിയിപ്പോ അതേ ഓയിലിലേക്ക് തന്നെ ഒരു ബേ ലീഫ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻകാർ ഏത് കറി ഉണ്ടാക്കിയാലും അതിന്റെ കൂടെ ചെറിയ ജീരകം ചേർക്കും കേട്ടോ. അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഒരുപാട് കൂടി പോകാനും പാടില്ല. ഒരു 1/2 ടീസ്പൂൺ അത്ര മാത്രം മതി. ഇതിലേക്ക് നല്ല വലിപ്പമുള്ള ഒരു സവാള ഈ ഒരു രീതിയിൽ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് കട്ട് ചെയ്തും അതേപോലെ തന്നെ പച്ചമുളക് 2 നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി ഇതേപോലെ വഴന്നു വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ എടുത്ത കാശ്മീരി റെഡ് ചില്ലി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അത്ര സ്പൈസി ആയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി പൊടികളിലേക്ക് പച്ചമണം നന്നായിട്ട് ഒന്നങ്ങ് മാറി വന്നതിന് ശേഷം നന്നായിട്ട് പഴുത്ത അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇത് നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ തക്കാളി ഒരുപാട് അങ്ങോട്ട് വഴന്നൊന്നും വരാനായിട്ട് നിൽക്കണ്ട. അതിന്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മസാലയായിട്ട് ഒന്നിങ്ങോട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് മൂടി വയ്ക്കാം. അപ്പൊ എരിവും ഉപ്പും ഒക്കെ നോക്കുക. കുറച്ചും കൂടി നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി മുളക് പൊടിയോ പച്ചമുളകോ അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടായി എല്ലാം കൂടി ഒന്നും കൂടി വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നല്ലോണം തന്നെ ഒന്നും കൂടി ചൂട് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ അതേ കപ്പിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ചേർത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് തിളച്ച് ശരിക്കും ഒന്നും കൂടി കുറുകി നന്നായിട്ട് സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ അതവിടെ ഇരുന്ന് റെഡി ആയി വരട്ടെ. കണ്ടോ, ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടി കുറുകിയും കൂടി വന്നിട്ടുണ്ട്. ഇതുപോലെ. അപ്പൊ ഈ സമയത്ത് എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എല്ലാ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിനും ചേർക്കുന്ന പോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് മിക്സ് ആക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ആലു ഗോബി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങ് ചൂടാക്കി പതുക്കെ കയ്യിൽ വെച്ച് ഒന്നുകൂടി പൊടിച്ച് ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല ചൂട് ചപ്പാത്തിയുടെയും അതേപോലെ തന്നെ റൈസിന്റെയും ചോറിന്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. റൈസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബിരിയാണി റൈസ് അതേപോലെ തന്നെ ജീര റൈസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ.